അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ മേറാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോവുകയാണ്. ആ സമയത്ത് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ എവിടെ നിന്നാ ജിബ്രീൽ? വല്ലാത്ത ഒരു സുഗന്ധമടിക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് നബിയേ. ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ, അതിനകത്ത് നിന്നാണ് നബിയേ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നതാ ഖബറിനകത്ത് നിന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലേ ആരുടെ ഖബറാ ജിബ്രീൽ? ആരുടെ ഖബറാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അതൊരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാ നബിയേ. ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ, അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ. അവിടെന്ന് ചോദിച്ചു, ജിബ്രീലേ ഏത് പെണ്ണാ, ഏത് പെണ്ണാ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മാഷിത ബീവിയുടെ ഖബറാ നബിയേ. മാഷിത എന്ന പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബുറാഖൊന്ന് നിർത്തുവോ, ബുറാഖൊന്ന് നിർത്തുവോ, ആ ഖബറിന്റെ ചാരത്തേക്കൊന്ന് പോകുവോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ ആരാ മാഷിതയാരാ, ആരാ മാഷിതയാരാ? യാ റസൂലല്ലാഹ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞ പെണ്ണാ നബിയേ. മാഷിത റളിയല്ലാഹു തആല മൂസാ നബി പ്രവാചകനായി അംഗീകരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഒരു ദിവസം മൂസാ നബി പറഞ്ഞു, മാഷിത എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിത. മാഷിത റളിയല്ലാഹു തആല ഒരു ദിവസം കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. എടുക്കുന്ന സമയം അവിടെ നിന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, അവസാനം മാഷിത ബീവിയെ പിടിക്കുകയാണ്. മുസ്ലിമായെന്ന് ഫിറഔൻ അറിയുമ്പോ വെളിയിൽ അറിഞ്ഞ നാണക്കേടാണല്ലോ. കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു പെണ്ണ് മുസ്ലിമായെന്നറിഞ്ഞ നാണക്കേടാണല്ലോ. ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി, എന്ത് ചെയ്തിട്ടും വഴിയില്ല. നാട്ടുകാരെ മുഴുവനും അറിയുകയാണ്. വല്ലാത്ത നാണക്കേടായി. അവസാനം ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നേതാക്കന്മാരെ മുഴുവനും യോഗം ചേർന്നു. ഒരു തീരുമാനത്തിലെത്തി, എങ്ങനെയെങ്കിലും മാഷിത്താനെ തിരിച്ചു കൊണ്ടുവരണം. അവസാനം എന്ത് ചെയ്തെന്നറിയുവോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എന്നിട്ട് മാഷിത ബീവി റളിയല്ലാഹു തആല കൊണ്ടുവരികയാ. എന്നിട്ട് പറയുന്നു, മാഷിതോ തിളയ്ക്കുന്ന എണ്ണ കണ്ടോ മാഷിതോ? പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമോ? പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമോ? മാഷിത റളിയല്ലാഹു തആല പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും മടങ്ങി വരൂല. ആ സമയത്ത് ശത്രുക്കള് പറയുന്നു, മാഷിത ഇത് നിനക്കുള്ളതല്ല മാഷിത, ഇത് നിനക്കുള്ളതല്ല മാഷിത. എന്നിട്ട് മാഷിത ബീവി റളിയല്ലാഹു തആല മൂത്ത മകളെ കയ്യിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ശത്രുക്കളെ നിർത്തിയിട്ട് അവിടുന്ന് ചോദിച്ചു, മാഷിത മടങ്ങി വരുമോ മാഷിത, മടങ്ങി വരുമോ മാഷിത? മാഷിത റളിയല്ലാഹു തആല തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിൽക്കുന്ന തന്റെ പൊന്നുമോളോട് അവിടുന്ന് പറയുന്നു, മോളെ, എന്റെ പൊന്നുമോള് കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. അല്ലാഹുവേ, ശത്രുക്കള് മാഷിത ബീവിയുടെ പൊന്നുമോള് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. തന്റെ കണ്ണിൽ
കണ്ണിന്റെ മുന്നിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നുപോൾ കരയുകയാ. മരണപ്രാളത്തിൽ കിടന്ന് വിളിക്കുകയാണ്. അവസാനം അതിനകത്ത് കിടന്ന് കരിഞ്ഞു തീരുമ്പോ ഈ എല്ലുകൾ വാരി വെളിയിലിടുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ പൊന്നുപോളെ കയ്യിൽ പിടിക്കുകയാ. അതിനെയും എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? മാഷിത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയാ. എന്നിട്ട് പെങ്ങള് മൂന്നാമതായി മാഷിത ബീവിയുടെ അടുക്കലേക്ക് പോവുകയാ. പ്രസവിച്ച് മാസങ്ങളായി പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ഉമ്മയുടെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മാഷിത ബീവി കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അവസാന ശത്രുക്കളെ തട്ടിപ്പറിക്കുകയാണ്. മാഷിത ബീവിയുടെ പൊന്നുപോൽ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിന് ശത്രുക്കള് തട്ടിപ്പറിച്ച് എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്ത, ഈ കുഞ്ഞിനെ കണ്ട് നീ കൊതി തീർന്നിട്ടില്ലല്ലോ, ഇതിനെയും കൊല്ലണോ മാഷിത്ത? ഇതിനെയും കൊല്ലണോ മാഷിത്ത? മാഷിത്ത റളിയല്ലാഹു തആലയുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവേ, തന്റെ ചോരക്കുഞ്ഞാ, തന്റെ ചോരക്കുഞ്ഞാ. മാഷിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. തല താഴ്ത്തി വെക്കുകയാണ്. ശത്രുക്കൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മാഷിത്ത ബീവി തിരിച്ചു വരുമെന്നവരെ കരുതി. അല്ലാഹുവേ, ശത്രുവിന്റെ കയ്യിലെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിലിരിക്കുന്ന പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കാണുകയാണ്. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, പാല് കുടിക്കുന്ന സമയത്ത് നാല് മക്കളെ സംസാരിച്ചിട്ടുള്ളൂ. അതിലൊരു പൊന്നുമോ മാഷിത്ത ബീവിയുടെ പൊന്നുപോരാ. ഉമ്മ കരയുന്നത് കണ്ടപ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുന്നു, ഉമ്മ കരയല്ലേ ഉമ്മ, തോറ്റു കൊടുക്കല്ലേ ഉമ്മ. അല്ലാഹുവേ, ചോരക്കുഞ്ഞുമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, ഉമ്മ പറഞ്ഞുമ്മയോട് പറയുന്നു, കരയല്ലേ ഉമ്മ. ഈ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. 3000 കൊല്ലം കത്തിച്ച പടച്ചവന്റെ നരകമുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ലല്ലോ, അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. എന്റെ ഉമ്മ കരയല്ലേ. നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ഉമ്മയോട് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയാണ്. 3 മക്കളും മരിച്ചു. മാഷിത്ത ബീവിയുടെ മുന്നിലേക്ക് ഫിറഔന കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, മാഷിത്ത, ഇനി എന്ത് ചെയ്താൽ നീ മടങ്ങി വരില്ലെന്ന് ഞങ്ങൾക്കുറപ്പാ മാഷിത്ത. അതുകൊണ്ട് മാഷിത്ത, നിന്നെ കൊല്ലാ പോവുകയാ. വല്ല ആഗ്രഹവുമുണ്ടോ? എനിക്കൊരുപാട് ഖിദ്മത്ത് ചെയ്തവളാണല്ലോ, ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി മാഷിത്ത. അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, മാഷിത്ത ബീവി ഫിർഔനോട് പറഞ്ഞു, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്തെന്നറിയുവോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ ഈ കത്തിക്കരിഞ്ഞ 3 മക്കളുടെ ശരീരം എന്റെ കൂടെ വന്ന് കബറടക്കടേ. അവരെ ഞാൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, അവരെ കണ്ട് ഞാൻ കൊതി തീർന്നിട്ടില്ല, അവരെ എന്റെ കൂടെ ഒന്ന് കബറടക്കട്. എന്റെ പ്രിയമുള്ളവരെ, മാഷിത്ത ബീവിയെ കൊല്ലുകയാണ്. എന്നിട്ട് തന്റെ മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം ഒരേ കബറിനകത്ത് കുടിച്ചിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ഉമ്മയുടെയും മക്കളുടെയും കബറാരബിയേ, ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് നിന്ന് സുഗന്ധമടിക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എങ്ങനെയാ പൊന്നുമോളെ നിനക്ക് ഈ സ്വർഗം കിട്ടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടണോ. മഹാനായ സുഫിയാൻ സൗരി ഉണ്ടല്ലോ, ഇരുന്ന് കരയുകയാ.
പിടിക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീടുമ്പോ ഉടനെ കൈകൊണ്ട് പിടിക്കുകയാ. എന്നിട്ട് ശരീരം മുഴുവനും ഇങ്ങനെ തേക്കുകയാണ്. അനുചരന്മാര് ചോദിച്ചു, എന്തിനാണ് കണ്ണീര് കൊണ്ട് ശരീരത്തിൽ തുടയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയോ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർത്തിട്ട് താഴെ വീണ കണ്ണീര് എവിടെയാണോ തൊടുന്നത് ആ സ്ഥലം നരകം തൊടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ നിന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.